യുറാനിയത്തിന് പകരം തോറിയം കൊണ്ട് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടർ അതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് ചൈന കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അത് ചർച്ചയാവുന്നുണ്ട്. യഥാർത്ഥത്തില് ഊർജ മേഖലയിൽ എങ്ങനെയാണ് ഇതൊരു വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം വളരെ ക്വാളിറ്റിയുള്ള തോറിയം നിക്ഷേപങ്ങൾ ഉണ്ടെന്നാണ്. അപ്പോ വരും വർഷങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇന്ത്യയിലടക്കം ഈ ഒരു വിഷയത്തിൽ സംഭവിക്കും. ഈ ഈ കഴിഞ്ഞ ദിവസം ചൈനയുടെ തോറിയം പവേർഡ് മോൾട്ടൺ സോൾട്ട് റിയാക്ടർ അതിനെക്കുറിച്ചുള്ള വലിയ വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഊർജ മേഖലയെക്കുറിച്ചുള്ള മാധ്യമങ്ങളിൽ വന്നത്. പക്ഷെ ഈ വാർത്ത എഴുതിയ ആൾക്കാരും പ്രസിദ്ധീകരിച്ചവരും മറന്നു പോകുന്ന ഒരു കാര്യം, തോറിയം അടിസ്ഥാന ഇന്ധനമായി ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യക്കുമുണ്ട്. ഇന്ത്യയുടെ കാമിനി റിയാക്ടർ, അതായത് കൽപ്പാക്കത്ത്, മദ്രാസിനടുത്തുള്ള കൽപ്പാക്കത്ത് ഉള്ള ഇന്ത്യയുടെ ബ്രീഡർ റിയാക്ടർ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ട്. ആ ബ്രീഡർ റിയാക്ടറിനോടനുബന്ധിച്ച് ഇന്ത്യക്ക് കാമിനി എന്ന് പറയുന്ന ഒരു ആറ്റമിക് റിസർച്ച്, ലോ പവർ റിസർച്ച് റിയാക്ടർ ഇന്ത്യയിലുണ്ട്. അതായത് ഈ ടെക്നോളജി ചൈനയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്കുമുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ചൈനയുടെ ഇപ്പോഴത്തെ ഈ ഗ്വാൻഷു എന്ന പ്രദേശത്ത് ചൈന വിജയകരമായി പ്രവർത്തിപ്പിച്ചു എന്ന് ലോകമാധ്യമങ്ങൾ പറയുന്ന ഈ മോൾട്ടൺ തോറിയം പവേർഡ് മോൾട്ടൺ സോൾട്ട് റിയാക്ടറിന്റെ പ്രത്യേകത? ഇവിടെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ചൈനയുടെ മോൾട്ടൺ സോൾട്ട് തോറിയം പവേർഡ് റിയാക്ടർ എന്ന് പറയുന്നത് 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യയുടേത് വെറും 40 കിലോവാട്ടിന്റെ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കെയില്, അതായത് അതിൻ്റെ ഒരു ഊർജം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ചൈനയുടെ ഈ റിയാക്ടറിന് തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് തോറിയത്തെ യുറേനിയമാക്കി മാറ്റിയെടുക്കാനുള്ള ടെക്നോളജി ഇന്ത്യയുടെ കൈവശവും ഉണ്ട്. ഇതാണ്. അപ്പോൾ വലിയ ആവേശം ചൈന കൊള്ളേണ്ട കാര്യമില്ല. ഈ ടെക്നോളജി ഇന്ത്യയുടെ കൈവശവും ഉണ്ട്. അക്കാര്യത്തിൽ നമുക്കും അഭിമാനിക്കാം. യഥാർത്ഥത്തിൽ ഈ ബ്രീഡർ റിയാക്ടർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ആ കൽപ്പാക്കത്തെ ബ്രീഡർ റിയാക്ടറിനോടനുബന്ധിച്ചാണ് ഈ പറയുന്ന ഒരു തോറിയം പവേർഡ് റിയാക്ടർ ഉള്ളത്. ആ ബ്രീഡർ റിയാക്ടർ എന്താണെന്ന് ഞാനൊന്ന് പറയാം ആദ്യം, എന്നിട്ട് നമുക്ക് മറ്റതിലേക്ക് പോകാം. ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയത്തിന്റെ ഒരു വകഭേദം, ഐസോട്ടോപ്പായിട്ടുള്ള U-235 ആണ്. അപ്പൊ ഈ U-235 എന്ന ഐസോട്ടോപ്പ് അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം സംസ്കരിച്ച ശേഷമാണ്. അതായത് അതിലെ ഈ പ്രകൃതിയിൽ കാണുന്ന യുറേനിയത്തിലെ U-235ന്റെ അംശം വളരെ കുറവായിരിക്കും. അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത് ഒരു പരിധി ആയാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഊർജ ഉൽപാദനത്തിന് ഉപയോഗിക്കാം. പക്ഷേ അതേ യുറേനിയം 235 ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണമെങ്കിൽ അത് വീണ്ടും കൂടുതൽ അതിന് ഡെൻസിറ്റി ഉണ്ടാവും, ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ യുറേനിയം 235 ഇന്ധനമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് പ്ലൂട്ടോണിയം 239 എന്ന ഫിസൈൽ മെറ്റീരിയലാണ്. അതാണ് യഥാർത്ഥത്തിൽ അണുബോംബും അതുപോലെ ഹൈഡ്രജൻ ബോംബും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന മൂലകം. അതായത് PL-239 പ്ലൂട്ടോണിയം. അത് പ്ലൂട്ടോണിയം മാത്രമല്ല, ആയുധങ്ങൾ ഉപയോഗിക്കാൻ മറ്റൊരു യുറേനിയത്തിന്റെ മറ്റൊരു ഐസോട്ടോപ്പ്, ഞാൻ ഈ പറഞ്ഞ U-235 കൂടാതെ മറ്റൊരു ഐസോട്ടോപ്പ് ഉണ്ട്, യുറേനിയം 233. ആ യുറേനിയം 233 ഈ തോറിയത്തിൽ നിന്ന് ലഭിക്കും. അതായത് തോറിയത്തിനെ ഇന്ധനമായി ഉപയോഗിച്ചാൽ അതിൽ നിന്നും യുറേനിയം 233 എന്ന ഫിസൈൽ മെറ്റീരിയൽ കിട്ടും. അത്തരം ഒരു റിയാക്ടറാണ് ചൈന ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നതെന്നാണ് വാർത്തകൾ പറയുന്നത്. ഇത് തന്നെ ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാമിനി റിയാക്ടറിൽ യുറേനിയം 233 ആണ് ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കാനായിട്ട് തോറിയത്തിൽ നിന്നും U-233 ഉണ്ടാക്കുന്ന മറ്റൊരു റിയാക്ടർ ഈ കോംപ്ലക്സിലുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഇന്ത്യക്കും ടെക്നോളജി കൈവശമുണ്ട്. ഇനി ഇതിന്റെ റിസർവ് തോറിയത്തിന്റെ റിസർവുകൾ ലോകത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ
ലോകത്തിൽ ഏറ്റവും അധികം തോറിയം റിസർവുകൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ മുഴുവൻ തോറിയം റിസർവിന്റെ ചിലർ പറയുന്നത് 50% ഇന്ത്യയിലാണ്, ചിലടത്ത് പറയുന്നു 25 തൊട്ട് 30% വരെയാണ്. എന്തായാലും ശരി, ഇന്ത്യക്കാണ് ഇക്കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ റിസർവ് ഉള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ മൊത്തമുള്ള തോറിയത്തിന്റെ 70% 2 സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഒന്ന് കേരളം, മറ്റൊന്ന് ഒഡീഷ. ഈ 2 സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശുദ്ധമായ തോറിയം ലഭ്യമാകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലും കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും, അതായത് ചവറ മുതൽ ആറാട്ടുപുഴ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്പിൽവേ എന്ന് പറയുന്ന ആ സ്ഥലം വരെ കിടക്കുന്ന ഒരു 20-25 അല്ലെ 30 കിലോമീറ്റർ നീളം വരുന്ന ഒരു സ്ട്രെച്ചിലാണ് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ കരിമണലുള്ളത്. അതാണ് പണ്ടിവിടെ കരിമണൽ പ്രക്ഷോഭമൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇന്നല്ലേ നാളെ അത് ഖനനം ചെയ്യപ്പെടും. അത് ഇപ്പം ചിലപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഹൃദയവേദന ഉണ്ടാകും. പക്ഷെ അവിടുന്ന് കുടിയൊഴിക്കപ്പെടുന്ന അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നത് കറുത്ത സ്വർണമാണ്. കറുത്ത സ്വർണം എന്ന് പറഞ്ഞാലും പോരാ, അതിനപ്പുറമാണ്. അപ്പോ ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ, അല്ലെ കേരളത്തിനാണ് ഇക്കാര്യത്തിൽ വലിയ നേട്ടമുള്ളത്. അതായത് ഇന്ന് യുറേനിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിയാക്ടറുകളിലൊക്കെ തന്നെ നാളെ തോറിയം ഉപയോഗിച്ച്, അതിൻ്റെ സ്ഥാനത്ത് തോറിയം ഉപയോഗിച്ചുള്ള റിയാക്ടറുകൾ വരുമ്പോൾ ആ ടെക്നോളജിയിൽ വലിയൊരു മാറ്റം വരികയും തോറിയത്തിൻ്റെ വില 10 മടങ്ങ് വർദ്ധിക്കുകയും തോറിയം പോലെ ഇത്ര വിലപ്പെട്ട ഒരു ധാതു സമ്പത്തുള്ള കേരളത്തിൻ്റെ സമ്പദ് ഘടനയുടെ പ്രതിസന്ധികളൊക്കെ മാറാൻ ഇത് സാധിക്കും. ഇതൊരു വലിയ നേട്ടമാണ്. കേരളത്തിനെ പോലെ ഒഡീഷയ്ക്കുമുണ്ട്. ഇത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ഒഡീഷയിലും മികച്ച തോറിയം, ഒഡീഷ അതായത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇത് അടിയുന്നത്, ലഭ്യമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ നേട്ടമാണ്. ഇനി എന്താണ് ഇപ്പോഴുള്ള ഈ പ്രഷർ വാട്ടർ റിയാക്ടറുകളെ അപേക്ഷിച്ച് ഇതിനുള്ള ഒരു മെച്ചം? ഇപ്പൊ ചൈനയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയത്, ഈ ചൈനയ്ക്കുള്ള ഈ മോൾട്ടൺ സോൾട്ട് റിയാക്ടർ എന്ന് പറയുന്നത്, അതായത് ഉപ്പ് സോൾട്ട് ഉരുക്കിയിട്ട് അതിനോടൊപ്പം തോറിയം കൂടെ ചേർത്തിട്ടാണ് ഫ്യൂവലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ റിയാക്ടറുകളിൽ ഈ റിയാക്ടർ റീഫ്യൂവലിങ്, അതായത് ഇപ്പം ഒരു കാറിനാണെങ്കിൽ പെട്രോൾ തീർന്നാൽ വീണ്ടും പെട്രോൾ അടിക്കണം. അപ്പൊ ഈ റീഫ്യൂവലിങ് നടത്തുമ്പോൾ, സാധാരണ ഒരു ആണവ റിയാക്ടറിൽ റീഫ്യൂവലിങ് നടത്തുമ്പോൾ ആ റിയാക്ടർ അടച്ചിടേണ്ട വരും. അത് വലിയൊരു പ്രോസസ്സാണ്. അത് ചിലപ്പം 1-2 മാസം എടുക്കും. അത് വീണ്ടും റീഫ്യൂവൽ ചെയ്ത് വർഷങ്ങൾ പ്രവർത്തിച്ച ശേഷമായിരിക്കും റീഫ്യൂവൽ ചെയ്യേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് അടച്ചിടുകയും വീണ്ടും അത് തുറക്കുകയും അതിനിടയ്ക്ക് ഈ പ്രഷർ വ്യത്യാസങ്ങൾ കാരണം എന്തെങ്കിലും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ഈ മോൾട്ടൺ സോൾട്ട് ഇപ്പോൾ ചൈനയുടെ കണ്ടുപിടുത്തത്തിൽ അത് അടച്ചിടേണ്ട കാര്യമില്ല. അടച്ചിടാതെ തന്നെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റീഫ്യൂവലിംഗ് നടത്താം. ഇതൊരു വലിയ മെച്ചമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചൈനയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിന് ഒരു പ്രസക്തിയുണ്ട്. ഇന്ത്യയും ഇതേ ടെക്നോളജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം പിറകിലൊന്നുമല്ല ആ കാര്യത്തിൽ. പക്ഷെ ചില കാര്യത്തിൽ ഇന്ത്യക്കും ഈ ടെക്നോളജി ഉണ്ട്. ചൈനയേക്കാൾ മുമ്പ് തന്നെ അവിടെ ഞാൻ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ഇപ്പോഴുള്ള ഈ കാമിനി എന്ന് പറയുന്ന ഒരു ചെറിയ റിയാക്ടറാണ്, എക്സ്പെരിമെന്റൽ റിയാക്ടറിലാണ് തോറിയം ഉപയോഗിക്കുന്നത്. ഞാൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ മറ്റൊരെണ്ണം കൽപ്പാക്കത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഭാവിയിൽ തോറിയത്തിലേക്ക് മാറുമെന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ചെറിയ റിയാക്ടർ ഒന്നുമില്ല, 500 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഒരു ഭീമൻ റിയാക്ടറാണ് കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പോൾ അത് തോറിയം ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയാൽ സംഭവം അങ്ങ് മാറുകയാണ്. ഇപ്പം ലോകത്തിൽ യഥാർത്ഥത്തിൽ തോറിയം കൊണ്ട് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉള്ള 3 രാജ്യങ്ങളേ ഉള്ളൂ: റഷ്യ, ചൈന, ഇന്ത്യ. അതിൽ റഷ്യക്കും ഇന്ത്യക്കും മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കമേഴ്സ്യൽ ലെവൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അതായത് 500 മെഗാവാട്ട് എന്ന് പറയുന്ന ഉൽപാദന ശേഷി. അത് 2026 പകുതിയോടുകൂടി ഇത് കമ്മീഷൻ ചെയ്യും. ചൈനയ്ക്ക് ഇതുവരെ അത്രയും വലിയൊരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ റഷ്യ, ഇന്ത്യ, ചൈന ഇത് ചില മേഖലയിൽ ഒരാൾ മുന്നിലാണെങ്കിൽ മറ്റു മേഖലയിൽ വേറൊരാൾ മുന്നിലാണ്. അപ്പൊ ഏതാണ്ട് നമ്മളുടെ ഇടയിൽ ഒരു സമതുലിതാവസ്ഥയുണ്ട്. തോറിയം അടിസ്ഥാനമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വ്യാപകമായാൽ ഇന്ത്യയുടെ ഇപ്പൊ ചൈന അവകാശപ്പെടുന്നത് ഗോബി മരുഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് അത് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു ദശകത്തിനുള്ളിൽ
ചൈനയ്ക്ക് മുഴുവൻ ആവശ്യത്തിനുള്ള വൈദ്യുതിയും തോറിയത്തിൽ നിന്ന് ചൈന ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. അത് തന്നെ അതിനേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യക്ക് ഈ 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യക്കും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ തന്നെ വലിയ ഒരു ഊർജ മേഖലയിൽ വലിയൊരു വിപ്ലവം നടക്കാൻ പോവുകയാണ്. അതിൽ ഇന്ത്യയും ചൈനയുമാണ് മുന്നിൽ. മേൽക്കൈ ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വരുന്ന ദിവസങ്ങളിൽ മേൽക്കൈ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ കേരളം പോലെ ഇങ്ങനെ ഇതിനു വേണ്ട ഒരു റോ മെറ്റീരിയൽ, അതായത് തോറിയം ഡെപ്പോസിറ്റുകളുള്ള ഒരു സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും ആശയ്ക്ക് വകയുണ്ട്. ഒരുപക്ഷെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പതുക്കെ തീരത്ത് സർക്കാർ ഖനനമൊക്കെ നടത്തിയിട്ട് ഇത് കണ്ടുപിടിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും കേരളത്തിലെ സ്വാഭാവികമായിട്ട് തന്നെ അടിഞ്ഞുകൂടുന്ന കരിമണൽ, അതിൻ്റെ ഖനനത്തിന് വലിയ ചെലവൊന്നുമില്ല. അത് ഉപരിതലത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇത് കേരളത്തിനും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകും. പക്ഷെ ഇവിടെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഒക്കെ കാരണം ഇത് അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കും. അതിനെയൊക്കെ ഏത് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് വെച്ചാൽ അവർ കർശനമായി കൈകാര്യം ചെയ്ത് അതിനെ ആദ്യം തന്നെ ഒതുക്കണം. പക്ഷേ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് യോഗ്യമായ നഷ്ടപരിഹാരം, അതായത് ഇപ്പോൾ NH-67 ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ്, ആ രീതിയിൽ ഉള്ള ഒരു വലിയ നഷ്ടപരിഹാരം അവർക്ക് നിശ്ചയമായിട്ടും കൊടുക്കുകയും വേണം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.